അഞ്ചോ ചോറായടി. ഇന്റെ ഏട്ടയ്ക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചോറ് ചായ പറയുമ്പോ എനിക്ക് ആകെ 2 കയ്യല്ലേ ഉള്ളൂ. അല്ല നിങ്ങൾ ഇങ്ങനെ ആജ്ഞാപിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ടോ? അഞ്ചോ. അതുകൊണ്ടൊന്നും അല്ല ഏട്ടാ, നിങ്ങൾ ജോലിയാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്. ഞാൻ ഇവിടെ ജോലി ആരെങ്കിലും എന്തെങ്കിലും തരും? എടി അതിന് ഇതിന്റെ ഭാര്യയല്ലേ. ഭാര്യയായാലും ഭർത്താവായാലും ജോലി ചെയ്താൽ ശമ്പളം കിട്ടണം. ജോലിക്കാരാവണ ഭയങ്കര റിസ്ക്കാണ്. മേലുദ്യോഗസ്ഥൻ പറഞ്ഞ എല്ലാം കേൾക്കേണ്ടി വരും. എന്തായാലും ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കണതല്ലേ ഉള്ളൂ, അതിന് മോളിക്കൊന്നും വരില്ലല്ലോ. ഓ, എത്ര ശമ്പളം? ഇക്കൊരു 1000 രൂപ എന്നാ മതി. 1000 റുപ്യേ? 1000 തന്നെ. ഓ, 1000 റുപ്യ. അപ്പൊ ഇന്നു മുതൽ ഞാൻ അവിടുത്തെ ജോലിക്കാരി. ഒരു മാസത്തിന് 30,000 രൂപ. ഒരു ജോലിക്കാരി. ഓ, അഞ്ചോ. ജോലി കിട്ടി ആദ്യത്തെ വിളി. എന്തേട്ടാ എന്തേട്ടാ? ഇതിന്റെ കോലം നോക്ക്. ഇതൊന്ന് വൃത്തിയാക്ക വേഗം. ഇത്ര അതൊക്കെ സിമ്പിൾ. വേഗം ചെയ്യ്. ചവിട്ടണ്. അഞ്ചോ. എന്തേട്ടാ ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞോളൂ. ഇതെന്തോടെ ചവിട്ടണ്? ഒന്ന് തുടച്ചത് വേഗം. ഒരു പണി എടുക്കൂല. അതിനെന്താ, ഞാൻ ഇപ്പൊ തുടക്കാട്ടോ. ഈ തുടക്കല പത്ര ഭാരം. ഇതൊക്കെ ഞാൻ എന്നും ചെയ്യണതല്ലേ. ഓ, അഞ്ചോ. ഇവിടെ വന്ന. ഇനിയിപ്പോ ഇതെന്താണാവോ. എന്തേട്ടാ? ഞാൻ വരുമ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണ്ടോ. എന്റെ ഏട്ടയ്ക്ക് അവിടെ തുടയ്ക്കാനുണ്ടേ. അതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് പൈസ തന്നിട്ടില്ലേ, മര്യാദക്ക് എടുക്കാം. ഒക്കെ ₹1000 കൊടുത്താ നല്ല പണിയാണല്ലോ. കഴിഞ്ഞു വന്നിന്. ഡേ ഇവിടെ വന്നാ. ദാ വരണേ. എന്റെ അമ്മേന്റെ നാട്ടൊടിഞ്ഞു. അവിടെ കുറച്ച് വറക്കുണ്ട്, വേഗം പൊട്ടിപ്പൊളിച്ചത്. പണി കഴിഞ്ഞ് ഇരിക്കാൻ നിൽക്കുക. ഇരിക്കാൻ സമയമില്ല അവിടെ. വേഗം ചെയ്യ്. ഇവിടെ ഇരിക്കുക. എന്തേട്ടാ? എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. ആ ജഗ്ഗിലില്ലേട്ടാ. ജഗ്ഗിലോണം തണുത്തണ്, ഒന്ന് ചൂടായിത്താ. അമ്മേ, ഇതാട്ടാ വെള്ളം. ചൂടില്ലേ? നല്ല ചൂടുണ്ട്. അയ്യോ, എൻ്റെ നാട്ടൊടിഞ്ഞു. എടി, വീടിന് 4 മൂലക്കില് നല്ല മാറാറുണ്ട്. ആ പണിയായിട്ടേ പെട്ടെന്ന് തട്ടണം കേട്ടോ. എൻ്റെ ഏട്ടൻ ഞാൻ ആകെ ക്ഷീണിച്ചേ. അത് വേണ്ട കാര്യമില്ല, ശമ്പളം തരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പുറത്ത് കുറച്ച് വേണ്ട എടുക്കണം. എന്റെ കാര്യം പോക്കാണ്. ഗ്ലാസ് 1000 രൂപ. അതെന്താ 1000 വേണ്ടേ? എനിക്ക് ഭാര്യയാ മതി. അത് വേണ്ട കാര്യമില്ല, ഇവിടെ ജോലിക്കാരാണ്. ഇന്ന് ഇവിടുത്തെ ഫുൾ പണി എടുക്കണം വൈകുന്നേരം വരെ. ഏട്ടാ സോറി ഏട്ടാ, ഇനി മേലാൽ ആവർത്തിക്കൂല, ഒന്ന് ക്ഷമിക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ ഒരാളെ കീഴിൽ പണിയെടുക്കാൻ അത്ര സുഖമുള്ള കാര്യം നല്ലെന്ന്. ഓക്കെ, നിന്റെ കേടേന്നാവോ. പറ്റിച്ചതാണെങ്കിലും ഏകദേശം വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞില്ലേ.